കാണുന്നത്. അതുപോലെ തന്നെ ഞണ്ടിന്റെ കാല് മാത്രമായിട്ട് ഒരു പാത്രത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മാംസം നമ്മുടെ ഉരുളിയിലാണുള്ളത്. അപ്പൊ വലിയ കാലുണ്ട്, ചെറിയ കാലുണ്ട്. കാല് അങ്ങനെ അധികം ആളുകൾ കൂട്ടില്ല കേട്ടോ. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് എടുക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇടില്ല കേട്ടോ. അപ്പൊ ഞണ്ട് ഇവിടെ റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ട്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞണ്ട് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതും ഈ കടലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ലെവല് തന്നെയാണ് ആ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാല് കടിച്ചു പൊട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് കാലെല്ലാവരും മാറ്റി മാറ്റി വെക്കുകയാണ്. നമ്മുടെ സ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സിനിമയൊക്കെ കണ്ടാണ് പുള്ളി കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും ബോട്ടിന്റെ ഓരോരോ സ്ഥലങ്ങളിലായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ ഈ കാണുന്ന. അങ്ങനെ എല്ലാവരുടെയും കാല് എന്റെ പ്ലേറ്റിലേക്കാണ് ഇട്ടത്. കണ്ട ഇഷ്ടം പോലെ കാല് എന്റെ പ്ലേറ്റിൽ ഉണ്ട്. നമ്മുടെ ബോട്ടിലെ ഷെഫ് വേറൊരു ഷെഫും കൂടി ഉണ്ട്, ആൻറ്റി ചേട്ടൻ അപ്പുറം ഉണ്ട്. എന്റെ പൊന്നോ, മീനിന്റെ ആ ഒരു സ്മെല്ല് അടിച്ചപ്പോ തന്നെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ട് നല്ല ചുവന്ന് ചൊകാന്നിരിക്കണം അടിപൊളി മീൻ കറി. പിന്നെ ഈ ബോട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പീസ് വേണം, നിനക്ക് ഇത്ര പീസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും തുല്യമായിട്ടാണ് വിളമ്പുന്നത്. പിന്നെ സ്രാങ്കിന് കുറച്ച് മുൻഗണന കൊടുക്കും. പുള്ളിക്കാരനാണല്ലോ ഈ ബോട്ടിന്റെ ക്യാപ്റ്റൻ. അപ്പൊ പുള്ളിക്കാരന് നമ്മ മുൻഗണന കൊടുക്കും. സ്രാങ്ക് അങ്ങനെ അത്യാവശ്യം നല്ല തലയും അതുപോലെ തന്നെ നല്ല അടിപൊളി പീസൊക്കെ വെച്ചത് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. അതുപോലെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ബോട്ടിന്റെ ആ ഒരു തണല് പറ്റി ഇങ്ങനെ കഴിക്കുകയാണ്. കാരണം വെയിലടിച്ചുകൊണ്ടിരിക്കണതിന്റെ പേരിൽ ആ ഒരു തണലിൽ ഇങ്ങനെ ഇരിക്കേണ്ടവർ. ഇനിയിപ്പൊ അച്ചാറ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അച്ചാറുണ്ട് കേട്ടോ. അത് വെളുത്തുള്ളിയും ഉണ്ട്, അതുപോലെ നാരങ്ങയും ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോട്ടിലുണ്ട്. ശരിക്കും ഒരു കൊച്ചു കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം കടലിൽ പോയി കഴിയുമ്പോൾ. അങ്ങനെ കുറച്ച് മീൻകറിയും കുറച്ച് ചോറെല്ലാം എടുത്ത് നമ്മുടെ മാക്രിക്കുട്ടനെ ഇവിടെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുക. ഒരു പീസ് എടുത്ത് ഇങ്ങനെ കടിച്ചപ്പോഴേക്കും അലുവ കഷ്ണം വായിൽ വെക്കുമ്പോൾ അലിഞ്ഞു പോണ പോലെ മീൻ കഷ്ണം അലിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ബോട്ടിന്റെ എഞ്ചിൻ റൂമിലുള്ള വേറൊരു ചെറിയ എഞ്ചിനാണ് ഈ ജനറേറ്റർ. ഇത് വർക്ക് ചെയ്യിപ്പിക്കണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൽ പമ്പ് ഉണ്ട്. അപ്പോൾ ആ പമ്പ് ഉപയോഗിച്ച് നമുക്ക് വെള്ളം പുറത്തേക്ക് അടിച്ചളയാൻ പറ്റും. പിന്നെ അതുപോലെ മീൻ കഴുകാനായിട്ട് വലിയ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താണ്ട് ഈ ചെറിയ എഞ്ചിൻ വെച്ച് നമുക്ക് മീൻ കഴുകാൻ പറ്റും വാട്ടർ പമ്പ് ഉപയോഗിച്ച്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് അതുപോലെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാലും ജനറേറ്റർ അടിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരു കപ്പൽ നമ്മുടെ ബോട്ടിന്റെ അടുത്ത് കൂടി പോവുകയാണ്. രാത്രി കപ്പൽ ഓടി പോകുമ്പോൾ അതെ ഇതുപോലെ ഇരിക്കോട്ടെ, ഫുൾ ലൈറ്റ് ഇട്ടൊന്നായിരിക്കില്ല പോണ, 2-3 ലൈറ്റ് ഉണ്ടാവുള്ളൂ. ആദ്യമേ കാണിച്ച ആ കടൽക്കാക്കില്ലേ, ആ കടൽക്കാക്കടെ കുഞ്ഞാണ്ടത് അതെങ്ങനെയോ നമ്മുടെ ബോട്ടിന്റെ ഉള്ളിൽ വന്ന് പെട്ടിട്ട. അപ്പൊ നേരെ എടുത്തിട്ട് അതിനെ നേരെ വെള്ളത്തിലേക്ക് കളയണം. താറാവിന്റെ ഉള്ളത്തെ കാലുകളൊക്കെ ഉണ്ട് ഇനി കണ്ട. ഇത് കിടന്ന് പെടച്ചോണ്ടിരിക്കണം ഇങ്ങനെ എങ്ങനെയെങ്കിലും വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറപ്പിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ആള് വെള്ളത്തിലേക്ക് പോയിട്ടാ. അങ്ങനെ നേരെ നമ്മൾ ആങ്കർ വെക്കാണ്. രാത്രി നമ്മൾ വല വലിക്കാറില്ല. ഈ ആങ്കറിന്റെ ഭാരം എന്തോരം ഉണ്ടാവും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് നേരെ കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. പലരുടെയും സംശയമാണ് ഈ റോപ്പ് അടി വരെ എത്തും, റോപ്പ് അടി വരെ എത്തും. അത്രയും റോപ്പ് നമ്മുടെ ബോട്ടിന്റെ അണിയത്തുണ്ടാവട്ടെ. ബോട്ട് നമ്മൾ ആങ്കർ ചെയ്തിട്ടേക്കാണ്. ഇപ്പൊ കടലിൽ നല്ല കവരാട്ടും, കവരി നമുക്കൊന്ന് കണ്ടേച്ചു തരാട്ടാ. ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാണിച്ചു തരാട്ടാ. ഇങ്ങനെ പോയിട്ടെടുത്തിട്ട് കടലിലേക്ക് കണ്ടാ കവര് നല്ല രീതിയിലുണ്ട്. പക്ഷെ ഫോണിൽ എന്തോരം നോക്കിയിട്ടും കിട്ടുള്ള മര്യാദക്ക്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.